എൻ്റെ ഒരു ഫ്രണ്ട് എന്നെയും എൻ്റെ വേറെ കുറച്ച് ചില സുഹൃത്തുക്കളെയും കൂടി അവളുടെ വീട്ടിൽ ക്രിസ്മസിന് ക്ഷണിച്ചു. പേര് വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരുടെ വീട്ടുകാരെക്കുറിച്ചും അവരുടെ ചുറ്റുപാടെക്കുറിച്ച് വീടിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശം ഒരു ധാരണ നമുക്കുണ്ടാവുമല്ലോ. എനിക്കും ഉണ്ടായിരുന്നു. കാരണം വിത്ത് മേക്കപ്പിലൊക്കെയാണ് അവൾ വരുന്നത്. നല്ല നന്നായി ഒരുങ്ങി ലിപ്സ്റ്റിക് ഇട്ട്, ലിപ്സ്റ്റിക്കില്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല, സുന്ദരിയാണ്. അങ്ങനെ ക്രിസ്മസിൻ്റെ അന്ന് അവിടെ ചെന്നപ്പോൾ എന്തായിരുന്നു എൻ്റെ സങ്കല്പം, നേരെ ഉൾട്ടയാണ് കണ്ടത്. അതായത് ഒറ്റ മുറിയുള്ള ഒരു സെറ്റപ്പിൽ അതിൻ്റെ ഒരു ഭാഗത്ത് പാചകം, ഒരു ഭാഗത്ത് കിടക്കകളൊക്കെ കിടക്കുന്നു, അതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഡ്രസ്സുകൾ ആശയിലിങ്ങനെ തൂങ്ങി കിടക്കുന്നു, പെട്ടി അതിലൊക്കെ ബേസ് ബോർഡിലൊക്കെ വെച്ചിരിക്കുന്നു. അതിനിപ്പുറത്ത് വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ, ബുക്കുകൾ, ഇതൊക്കെ. സ്ഥലപരിമിതി കൊണ്ടാണ് ആയിരിക്കാം വൃത്തിഹീനവുമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവൾക്ക് താഴെ അനിയനും അനിയത്തിമാരും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് അംഗങ്ങളുള്ളതായിട്ട് എനിക്കന്ന് തോന്നി, നല്ല ഓർമ്മ നിൽക്കുന്നില്ല. അപ്പം ചെന്നപ്പോൾ ആ കേക്കൊക്കെ മുറിച്ചത്, അങ്ങനെ കേക്ക് കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് എനിക്കവൾ ഒരു പഴയ ന്യൂസ് പേപ്പർ, നല്ല വൃത്തിയായിട്ട് മടക്കി എവിടെയോ സൂക്ഷിച്ചിരുന്ന ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. അത് നിവർത്തി നോക്കിയപ്പോൾ അതിനകത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ. ആ എല്ലാവരും ഉണ്ട്. അച്ഛൻ, അമ്മ, കുറച്ച് മക്കൾ, ഡ്രസ്സൊന്നും ഇല്ലാതെയാണ്. അതിലൊരാൾ എൻ്റെ ഫ്രണ്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോയാണ്. അവൾ ഉടുപ്പൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു ഇതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് കണ്ടാലറിയാം, ആ ഗ്രൂപ്പ് ഫോട്ടോ കണ്ടാലറിയാം വിഷയം ദാരിദ്ര്യമാണ്. അറിയില്ല, എൻ്റെ മനസ്സിൽ എന്തോ വന്നത്, എനിക്കെന്തോ നെഞ്ചിലെന്തോ ഒരു വലിയ ഭാരം പോലെ എനിക്ക് തോന്നി. ആ ഭാരം അവളുടെ കണ്ണിലുള്ളതായിട്ടും എനിക്ക് തോന്നി. അതായത് ഞാൻ അവിടെ കാണുന്ന കാഴ്ച തന്നെ കഷ്ടമെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് കഷ്ടത്തിലായിരുന്നു അവൾ. ഈ ഫോട്ടോ ഇങ്ങനെ വരണമെങ്കിൽ അതങ്ങനെ ആയിരുന്നിരിക്കണം അല്ലേ? ആ ഫോട്ടോ വന്നതിന് ശേഷമായിരിക്കണം ഒരു പക്ഷേ അവളുടെ കുട്ടിക്കാലത്ത് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പക്ഷേ ആ ഫോട്ടോ അങ്ങനെ പത്രത്തിൽ വന്ന ശേഷം ആയിരിക്കണം. പട്ടിണി മാറ്റിയിരിക്കണം. പക്ഷെ അത് അവളുടെ അഭിമാനത്തെ തകർത്തതായിട്ട് എനിക്ക് തോന്നി. അതങ്ങനെ വന്നതിലൊക്കെ വേദന അത് വളർന്നതിന് ശേഷവും അതുണ്ട് എന്ന് എനിക്ക് തോന്നി. എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്കന്ന് ഒരു 15-16 വയസ്സ് അങ്ങനെ ഉള്ളെന്ന് തോന്നുന്നു. ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്ത വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ച ഒരു കാര്യം, എനിക്ക് ചിന്ത വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉമറിനെ പോലെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്ത വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കും. ഈ ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥകൾ കാണിച്ചിട്ട് ഇങ്ങനെ വരുമല്ലോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് ആ കഥയാണ്.
ഈ അഭിമാനം എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്ത ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതോട് എനിക്ക് താല്പര്യം. അതൊരു പക്ഷേ അസംഭവമായിരിക്കും.